കുട്ടനാട്ടിൽ ആവേശം അലതല്ലി. പമ്പയുടെ ഓളപ്പരപ്പിൽ ചമ്പക്കുളം മൂലം വള്ളംകളി അരങ്ങേറി. രാജപ്രമുഖൻ ട്രോഫി മുത്തമിട്ടത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി. വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയുടെ ഓളപ്പരപ്പിൽ അരങ്ങേറി. ചമ്പക്കുളം എന്ന ഗ്രാമത്തിന്റെ മാത്രമല്ല കുട്ടനാടിന്റെ മുഴുവൻ ആവേശവും ഏറ്റുവാങ്ങിയായിരുന്നു ജോസ് ആറാത്തുംപള്ളി ക്യാപ്റ്റനായ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ ആയാപറമ്പ് വലിയ ദിവാഞ്ചി രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ടത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് വള്ളംകളിക്ക് തുടക്കമായത്. വർണ്ണശബളമായ മാസ് ഡ്രില്ലിന് ശേഷം നടന്ന സമ്മേളനത്തിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷയായിരുന്നു. അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ, ചമ്പക്കുളം ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം പമ്പയുടെ ഇരുകരകളെയും ആവേശത്തിലാക്കി ഓളപ്പരപ്പിൽ നടന്ന ജലമാമാങ്കത്തിൽ ചുണക്കുട്ടന്മാർ അംഗം വെട്ടി. 6 ചുണ്ടൻ വള്ളങ്ങളും 2 വെപ്പ് വള്ളങ്ങളുമാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. 2 ട്രാക്കുകളിലും 3 ഹീറ്റ്സിലുമായിട്ടായിരുന്നു ആദ്യ മത്സരങ്ങൾ. സെന്റ് ജോർജും ആയാപറമ്പ് പാണ്ടിയും ചെറുതനയും ലൂസേഴ്സ് ഫൈനലിൽ മാറ്റുരച്ചു. ഈ മാമാങ്കത്തിൽ സെന്റ് ജോർജ് ചുണ്ടൻ വിജയക്കൊടി പാറിച്ചു. പിന്നീടാണ് ഏവരും നിർനിമേഷരായി കാത്തുനിന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള അംഗം കുറിച്ചത്. ഇവിടെ പമ്പയുടെ ഓളപ്പരപ്പിൽ ചുണക്കുട്ടന്മാർ ആഞ്ഞുവെട്ടിയപ്പോൾ ആയാപറമ്പ് വലിയ ദിവാഞ്ചി രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ടു. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ നടുഭാഗം ചുണ്ടനാണ് 2ാം സ്ഥാനം. ചമ്പക്കുളം ചുണ്ടൻ 3ാമതും എത്തി. വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ പുന്നത്രപ്പുരയ്ക്കലും PG കരീപ്പുഴയും ഏറ്റുമുട്ടിയപ്പോൾ വൈശംഭാഗം ബോട്ട് ക്ലബ് തുഴഞ്ഞ പുന്നത്രപ്പുരയ്ക്കൽ വിജയക്കൊടി പാറിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. മത്സരത്തിന്റെ ഇടവേളയിൽ സാംസ്കാരിക സമ്മേളനവും ചേർന്നിരുന്നു. വള്ളംകളി കുട്ടനാട്ടുകാർക്ക് എന്നും ആവേശം. ആ ആവേശം ഒട്ടും ചോരാതെയായിരുന്നു KCV ന്യൂസ് ടീം പമ്പയുടെ ഇരുകരകളിൽ സ്ഥാനം പിടിച്ചത്. അവർ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളിലേക്ക്. കുട്ടനാട് കേബിൾ വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചമ്പക്കുളം മൂലം ജലോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾ 2022-ലും 2023-ലും ഞങ്ങൾ ലൈവ് ചെയ്തിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ വീണ്ടും കുട്ടനാട് കേബിൾ വിഷന്റെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്കൊരു ആർപ്പുവിളിയോടുകൂടി തന്നെ ഈ ജലോത്സവത്തെ വരവേൽക്കാം. ആർപ്പോ ആർപ്പുവിളിയും കരഘോഷവുമില്ലാതെ ജലോത്സവങ്ങളില്ല. വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയാകട്ടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു നടത്തുന്നതെങ്കിലും ആവേശത്തിന് ഒരു പിടി മുന്നിൽ തന്നെ നിൽക്കും. വാനോളമുയരുന്ന ഈ ആവേശത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഒപ്പിയെടുക്കുന്നതായിരുന്നു KCV ന്യൂസ് ടീമിന്റെ ഇടപെടലുകൾ. അർജുനനും തേരിലേറി അർജുനനും തേരിലേറി തിരിച്ചു വേഗം. പമ്പയുടെ ഇരുകരകളിലും പമ്പയാറ്റിൽ ബോട്ടിലും വള്ളത്തിലുമായി ആർത്തുല്ലസിച്ചവരുടെ ദൃശ്യങ്ങൾ എങ്ങനെ പകർത്താതിരിക്കാൻ കഴിയും? ഇനിയും അടുത്ത മൂലത്തിന് കാണാമെന്ന് ആർപ്പുവിളിയാൽ ഒച്ചയടച്ച ശബ്ദത്തോടെ ഹസ്തദാനം കൊടുത്താണ് ഏവരും പമ്പയുടെ കരകളിൽ നിന്നും പിരിഞ്ഞത്. ചമ്പക്കുളം മൂലം വള്ളങ്ങളുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നും ചെമ്പകപ്പള്ളിയിലെ കുടുംബാംഗത്തിന് ദേശക്കൊടിയും വടവും കൈമാറി. ശനിയാഴ്ച രാവിലെ പള്ളിയങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ ചെമ്പകപ്പള്ളി കുടുംബാംഗം ശിവനാണ് ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളത്തിൽ നിന്നും കൊടിയും വടവും ഏറ്റുവാങ്ങിയത്. ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഉത്ഭവം. കുറിച്ചിയിൽ നിന്നുമാണ് ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയത്. ആ യാത്രയിൽ ചമ്പക്കുളമായിരുന്നു പ്രധാന വിശ്രമസ്ഥലം. ചമ്പക്കുളത്തു നിന്നും പിന്നീട് വലിയ ആഘോഷത്തോടെയായിരുന്നു യാത്ര. വള്ളങ്ങളും വാദ്യമേളങ്ങളും ആ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. വിഗ്രഹത്തിന് ആവശ്യമായ സംരക്ഷണവും ഘോഷയാത്രയ്ക്ക് വേണ്ട സഹായ സഹകരണവും നൽകുന്നതിൽ ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ദേവാലയം പ്രധാന പങ്ക് വഹിച്ചിരുന്നു.
വിഗ്രഹത്തിന് സമർപ്പിച്ച കാഴ്ചവസ്തുക്കൾ കൊണ്ടുപോയ വള്ളത്തിൽ കെട്ടുന്നതിനുള്ള കൊടിയും വടവും പള്ളിയിൽ നിന്നുമാണ് നൽകിയത്. അന്നത്തെ ആഘോഷയാത്രയ്ക്ക് ശേഷമായിരുന്നു മൂലം വള്ളംകളിയുടെ ഉത്ഭവം. പള്ളിയിൽ നിന്നും കൊടിയും വടവും നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും വള്ളംകളിക്ക് മുമ്പായി ഈ ചടങ്ങ് ആവർത്തിക്കുന്നത്. ഹൈന്ദവ ക്രൈസ്തവ മത മൈത്രിയുടെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണിത്. നമ്മുടെ എല്ലാവരും പല മതത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവരും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് ഒരു നാട്ടിൽ ജീവിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഈ വള്ളംകളി തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒന്നാണ്. ആരും മാറി നിൽക്കാതെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നാട്ടുകാരുടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു വലിയ ജലോത്സവമാണ്. അപ്പോൾ ഈ ജലോത്സവത്തിന്റെ ഈ ചരിത്ര പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്ന ഈ മഹസംഭവത്തിലേക്ക് കടന്നു വന്ന തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ എല്ലാവർക്കും അഭിവാദങ്ങൾ അർപ്പിക്കുകയാണ്. ബസിലിക്ക അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മന്മഥൻ നായർ, TG ജലജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടൊപ്പം നടത്തിയ വഞ്ചിപ്പാട്ട് ചടങ്ങുകൾക്ക് കൊഴുപ്പേകി. ചമ്പക്കുളം മൂലം ജലോത്സവത്തിലെ വിജയികൾക്കുള്ള ട്രോഫി വിതരണം മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന് മൂലം പൈതൃക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 16 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ വെച്ചായിരുന്നു സമ്മാനങ്ങൾ വിതരണം ചെയ്തിരുന്നതെന്നും ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി ഇത് പുനഃസ്ഥാപിക്കണമെന്നും സമിതി പ്രസിഡന്റ് സജയൻ ചമ്പക്കുളം. മൂലം ജലോത്സവം എന്നാൽ അതൊരു മത്സര വള്ളംകളി മാത്രമല്ല, അതിൽ ചരിത്രപരമായ ചില കാര്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ളതാണ് മൂലം വള്ളംകളി. അതിൽ ആ മൂലം വള്ളംകളിയുടെ ചരിത്ര പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് മൂലം ജലോത്സവ പൈതൃക സമിതി ചമ്പക്കുളം ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ ചില ആവശ്യങ്ങളും മറ്റും അത് ഈ സമയത്ത് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മൂലം ജലോത്സവം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ആ മൂലം ജലോത്സവ പൈതൃക സമിതിയുടെ പ്രസിഡന്റ് സജയൻ ചമ്പക്കുളം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. ഏതാണ്ട് 410 വർഷങ്ങൾക്കപ്പുറം ചെമ്പകശ്ശേരി മഹാരാജാവ് ഏർപ്പെടുത്തിയ ഒരു വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റ് വള്ളംകളി. കുറിച്ചി എന്ന പ്രദേശത്ത് നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം ഘോഷയാത്രയായി ഈ മഠം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ഇവിടെ ഇറക്കി വെച്ച് ഉച്ചപൂജ നടത്തുകയും, അതിന് കാരണം ഇവിടെ ഇരിക്കുന്ന ഭഗവതി ലക്ഷ്മി ദേവിയാണ്, ഭഗവാന്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇറക്കി വെച്ചത്. ഇവിടെ ഇറക്കി വെച്ച് ഉച്ചപൂജ നടത്തുകയും ഇവിടുന്ന് ഘോഷയാത്രയായി ഭഗവാനെ അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ മഹാരാജാവ് വന്ന് കണ്ട കാഴ്ചയാണ് മൂലക്കാഴ്ച. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ വർണ്ണശബളമായ ഈ ഘോഷയാത്ര എല്ലാ വർഷവും ഇവിടെ നടത്തപ്പെടണം, ചമ്പക്കുളത്താറ്റ് നടത്തപ്പെടണം. അതുകൊണ്ട് അതിനുള്ള രാജഖജനാവിൽ നിന്നുള്ള ധനം അദ്ദേഹം വിനിയോഗിക്കാൻ തയ്യാറാവുകയും അങ്ങനെ ആണ്ടുതോറും നാനാജാതി മതസ്ഥർ ഒത്തുചേർന്ന് നമ്മുടെ ചമ്പക്കുളത്താറ്റിൽ വള്ളംകളി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കീഴടക്കുകയും മാർത്താണ്ഡവർമ്മയുടെ വലിയ താല്പര്യം ഇത്തരം ഈ പ്രാദേശിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അന്ന് ഭട്ടതിരിപ്പാടിന്, കുടമാളൂരുള്ള ഭട്ടതിരിപ്പാടിന് ഇവിടുത്തെ കർമ്മങ്ങൾക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്നും ഭട്ടതിരിപ്പാട് ആ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അവരുടെ പരമ്പരയിൽപ്പെട്ട ഭട്ടതിരിപ്പാട് ഇന്നും ചമ്പക്കുളത്താറ്റ് വള്ളംകളിയുടെ അന്ന് അമ്പലപ്പുഴ പാൽപ്പായസവുമായി ഈ മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യുകയും ഇവിടുത്തെ പുകയില മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ സമ്മാനിച്ച് അതുമായിട്ട് ആണ് ഇവിടുന്ന് വള്ളംകളി കാണാൻ പുറപ്പെടുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ വള്ളംകളി കാണാൻ ഭഗവാൻ അവിടുന്ന് എഴുന്നള്ളി വരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതായത് ഭട്ടതിരിപ്പാട് അവിടുന്ന് പുറപ്പെടുമ്പോൾ അവിടുത്തെ വിളക്ക് ഇറക്കി വെളിയിലേക്ക് വെക്കുകയും നട അടയ്ക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചമ്പക്കുളത്താറ്റ് വള്ളംകളി കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നു എന്ന സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ആ നട അടയ്ക്കുന്നത്. ഇനി ഭട്ടതിരിപ്പാട് തിരിച്ച് അവിടെ എത്തും വരെ അവിടുത്തെ നട തുറക്കാറില്ല. ഭഗവാൻ ഈ ചമ്പക്കുളത്താറ്റ് വള്ളംകളിക്ക് എത്തിയെന്ന സങ്കല്പമാണുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ ചരിത്രം ഉറങ്ങുന്ന ഈ മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പണ്ട് എല്ലാ വർഷവും ട്രോഫി വിതരണം ചെയ്തിരുന്നത് ഇവിടെയാണ്. മഹാരാജാവ് കൽപ്പിച്ചിരുന്നത് ഇവിടുന്ന് ട്രോഫി വിതരണം ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ 16 വർഷങ്ങൾക്കപ്പുറം വരെ ട്രോഫി ഇവിടെ വിതരണം ചെയ്തിരുന്നു. അത് നിർത്തലാക്കി ഇനി അത് പുനഃസ്ഥാപിക്കണമെന്നാണ് പൈതൃക സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് മൂലം ബോട്ട് കമ്മിറ്റി അത് സ്വീകരിക്കണം. എല്ലാ വള്ളങ്ങളും വള്ളത്തടിച്ചിക്കാരും ഇവിടെ എത്തിച്ചേരണമെന്നും അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇവിടെ വേണം സമ്മാനം വിതരണം ചെയ്യാനുള്ള ഞങ്ങളുടെ അഭിപ്രായത്തോട് ഇനി വരാൻ പോകുന്ന വർഷമെങ്കിലും ആ ബോട്ട് കമ്മിറ്റി അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്.
തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുത്തൽ നടപടികൾ പാർട്ടി തലത്തിൽ മാത്രമായാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആ ക്ഷേമ പെൻഷൻ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക, അതാണ് ഏറ്റവും വലിയ തിരുത്തൽ വേണ്ടത്. പാവപ്പെട്ടവർ ഇത്രയും കഷ്ടപ്പെടുന്നൊരു കാലം ഇത്. അപ്പോൾ അടിയന്തരമായിട്ടും ഈ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കണം, മാസം തോറും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ തിരുത്തൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരുത്തൽ, മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള തിരുത്തലാണ്. അത് ചെയ്താൽ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഏറ്റവും ക്ഷീണിച്ചില്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. ആരോഗ്യകരമായ രാഷ്ട്രീയ മനസ്സിലുണ്ട്. അവർ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളാണ്, ഞങ്ങൾ അവർക്കെതിരായി പോരാടാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് CPM എന്ന് പറയുന്നത് പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ചിലർ പറയുന്നത് പോലെ അങ്ങനെ ഒരു CPM മുക്ത കേരളം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇപ്പം കേരളത്തിലിപ്പം ഈ നിലയിലെത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്തിലെ പ്രശ്നം ഒരാൾക്ക് പോലും അതിനകത്ത് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് പാർട്ടി അണികൾ ഇങ്ങനെ അവരുടെ തീരുമാനമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. CPM ഇല്ലാതാകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും അവർ തന്നെ വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. തെറ്റായ നടപടികൾക്കെതിരെ ആർക്കും ഒന്നും പറയാൻ CPMൽ സാധിക്കില്ല. അതുകൊണ്ട് അണികൾ ഉചിതമായ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാതി സംവരണം അവസാനിപ്പിക്കണമെന്ന് നായർ സർവീസ് സൊസൈറ്റി ബജറ്റ് സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന അനാരോഗ്യപരമായ ഒന്നാണ് ജാതി സംവരണമെന്നും വിലയിരുത്തൽ. വോട്ട് രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്ത് ജാതിയുടെ പേരിൽ രാജ്യത്ത് വർഗീയത വളർത്തുന്നതാണ് ജാതി സംവരണമെന്നും സമ്മേളനം ആരോപിച്ചു. ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ബജറ്റ് അവതരിപ്പിച്ചു. 157.55 കോടി രൂപ വരവും അത്ര തന്നെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് 2024-25 വർഷത്തേക്ക് അവതരിപ്പിച്ചത്. ഇടതുപക്ഷ സർക്കാർ നെൽകർഷകരെ ശത്രുക്കളായി കാണുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമേലിൽ. നെല്ലുവിലയും മറ്റ് ആനുകൂല്യങ്ങളും കർഷകർക്ക് നൽകാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണെന്നും ആരോപണം. 376 കോടി രൂപ നെല്ല് സംഭരണ വിലയായി കർഷകർക്ക് നൽകാനുണ്ട്. കൃഷി ചെയ്ത പണം കിട്ടാനായി ഇവർ ബാങ്കുകൾ കയറിയിറങ്ങുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് UDF ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായ തോമസ് കുട്ടി മാത്യു ആരോപിച്ചു. കേന്ദ്ര സർക്കാർ 117 രൂപ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ അതിനനുസൃതമായ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത കൃഷിയുടെ നെല്ല് സംഭരിക്കുമ്പോൾ ക്വിൻ്റലിന് 3500 രൂപ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് മുട്ടാർ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പമ്പിംഗ് സബ്സിഡി 4 വർഷമായി ലഭിക്കുന്നില്ല, പ്രൊഡക്ഷൻ ബോണസുമില്ല, മട വീണ് കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് തോമസ് കുട്ടി ആവശ്യപ്പെട്ടു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് C ജോസഫ് അധ്യക്ഷനായിരുന്നു. മാത്യു വർഗീസ് മുണ്ടയ്ക്കൽ, ജോർജ് തോമസ് മണലിൽ, MV ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുറിച്ചി യൂണിറ്റ് കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ചേർന്നു. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടത്തി. കൺവെൻഷൻ സംഘടനാ ബ്ലോക്ക് സെക്രട്ടറി CO ഗിരിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. KSSPന്റെ ഒരു വർഷത്തെ പരിപാടികളുടെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ അംഗങ്ങളെ ഇതിലേക്ക് ചേർക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ചടങ്ങാണ്. ഏതാനും അംഗങ്ങൾ പുതിയവരെ വന്നിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പുതിയ അംഗങ്ങളെ വന്നിട്ടുള്ളവരെ ഞാൻ ഭാഗവുമായി KSSPയിലേക്കും കൊച്ചി യൂണിറ്റിലേക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ഈ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഇതിലെ അംഗങ്ങൾ തന്നെ ഇതിനകം പറഞ്ഞു തന്നിട്ടുണ്ടാവും, തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമെങ്കിലും ഒരു ആമുഖമായി ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് പല സംഘടനകളിലും അംഗങ്ങളായിരുന്നിരിക്കാം. അതൊക്കെ തന്നെ രാഷ്ട്രീയാധിഷ്ഠിതമായ സംഘടനകളായിരുന്നു. ചേർക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ സംഘടനകളും പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാണ് സർവീസ് സംഘടനകൾ അതിൻ്റെ മെമ്പേഴ്സിനെ ചേർക്കുക.
ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ സരോജിനി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബി സോമശേഖരപിള്ള, എസ് ശോഭനാകുമാരി, സാംസ്കാരിക വേദി കൺവീനർ സുകുമാരൻ നെല്ലിശ്ശേരി, മുൻ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് കൃഷ്ണൻകുട്ടി, എ കെ പ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 26 മുതൽ 29 വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും 29-ന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന റാലിയിലും പങ്കെടുക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. PSC എംപ്ലോയീസ് അസോസിയേഷൻ 36ാമത് സ്ഥാപക ദിനാഘോഷവും കോട്ടയം ജില്ലാ സമ്മേളനവും കഴിഞ്ഞ ദിവസം നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ PSC എംപ്ലോയീസ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷാജിമോൻ PK അധ്യക്ഷനായിരുന്നു. NGO അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി സോജോ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി K അരവിന്ദാക്ഷൻ, VM ആനന്ദ്, ഷിജിനിമോൾ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം കുങ്ഫു യോഗ സെന്ററിന്റെ 18ാമത് വാർഷികം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടത്തി. ഹാമർ ത്രോയിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ MG ദിലീപ്, കുങ്ഫു യോഗ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ കുട്ടനാടിന്റെ അഭിമാന താരങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നടത്തിയ ശ്രദ്ധേയമായ പരിപാടി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യയിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയാണ്. മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ മാത്രമേ, മനസ്സിനെ ചിട്ടപ്പെടുത്തുന്നതിലൂടെ മാത്രമേ, ശരീരത്തെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. പണ്ട് കാലങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ, നമുക്ക് ഒട്ടേറെ അറിവ് നേടാനും കഴിവുകൾ സ്വായത്തമാക്കാനും ഒക്കെ ഒട്ടേറെ അവസരങ്ങളും സാധ്യതകളും അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ അടക്കം നമുക്ക് കരഗതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ നമ്മുടെ എല്ലാ കഴിവുകളെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിനെ വികൃതമാക്കാൻ കഴിയുന്ന, നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രതിസന്ധി നിറഞ്ഞ സാമൂഹിക അന്തരീക്ഷവും നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ മുറുകെ പിടിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സാധ്യതമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരുവാൻ വേണ്ടി കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. KYFK ജില്ലാ പ്രസിഡന്റ് മാസ്റ്റർ RL വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KYFK സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ MG ദിലീപ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ജോസഫ്, സാഹിത്യകാരൻ സുരേഷ് ബാബു, ഡോക്ടർ ദിവ്യ ചന്ദ്രൻ, AD രാമഭദ്രൻ, KYFK ജില്ലാ സെക്രട്ടറി തോമസ് ജോസഫ്, ഇൻസ്ട്രക്ടർ ലേഖാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ആസാമിൽ നടന്ന നാഷണൽ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 33 പേർ പങ്കെടുത്തതിൽ 23 പേരും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ 24 ഗോൾഡ് മെഡലും 14 സിൽവർ മെഡലും 7 വെങ്കല മെഡലുമാണ് നേടിയത്. ഗോവയിൽ നടന്ന മാസ്റ്റേഴ്സ് ഹാമർ ത്രോയിലാണ് കേരളത്തിന് വേണ്ടി MG ദിലീപ് ഗോൾഡ് മെഡൽ നേടിയത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ദിനാചരണം. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് അധ്യക്ഷയായിരുന്നു. ഹോമിയോ ഡോക്ടർ ലീന ജാസ്മിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ, സലീം പടിപ്പുരയ്ക്കൽ, ശാന്തിനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി 8ാം വാർഡിലെ യോഗ ക്ലബ് അംഗങ്ങൾ യോഗ ഡാൻസ് അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്വസ്തി യോഗ വിദ്യാ കേന്ദ്രം മങ്കാങ്കുഴി ലക്ഷ്മി കോംപ്ലക്സിൽ നടന്ന ആഘോഷ പരിപാടികൾ തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സതീഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗാ കേന്ദ്രം ഡയറക്ടർ ഉമേഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച പ്രോട്ടോകോൾ യോഗാസനങ്ങളുടെ മത്സരങ്ങളും കരലയ എന്ന താളാത്മക സംഗീത യോഗ അവതരണവും ഏറെ ശ്രദ്ധേയമായി. ചേന്നങ്കരി ദേവമാതാ ഹൈസ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിജയോത്സവം 2024-25 എന്ന പേരിലായിരുന്നു പരിപാടി. ശനിയാഴ്ച രാവിലെ 11:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു.
ഡിവിഷൻ മെമ്പർ അജിത് പിഷാരത്ത് മെമ്പർ, ഈ വാർഡിൻ്റെ മെമ്പർ സന്താ രാജേഷ്, അതുപോലെ ഇവിടുത്തെ എച്ച്.എം. ജോസഫ് ചാക്കോ സാർ, മുൻ എച്ച്.എം. മാത്യു എൻ.സി. സാർ. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ റോജൻ നെൽപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മന്മഥൻ നായർ, ടി.ജി. ജലജകുമാരി, വാർഡ് മെമ്പർ സ്മിത രാജേഷ്, ഹെഡ്മാസ്റ്റർ ജോസഫ് ചാക്കോ, മുൻ ഹെഡ്മാസ്റ്റർ എം.സി. മാത്യു, പുളിങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആശ സെബാസ്റ്റ്യൻ, അധ്യാപക പ്രതിനിധി മെർവിൻ ടോം, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.